ഒരു ഫാം ഹൗസ്. ആ ഫാം ഹൗസിൽ ചെറിയ 1-2 പോണ്ടുകൾ. ആ പോണ്ടുകളിൽ വൈകുന്നേരം വന്നിരുന്ന് അതിലേക്ക് കാലൊക്കെ നീട്ടിയിരുന്ന് അപ്പോൾ മീനുകൾ നമ്മൾ കാലിലൊക്കെ അങ്ങനെ കടിച്ചു ചെറുതാക്കി നമ്മളൊന്ന് ഇക്കിളിയാക്കി. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് എടുത്ത് അവരിങ്ങനെ നമ്മളടുത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കയ്യിലൊക്കെ കൊത്തി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ, നമ്മളൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. അപ്പോൾ നമ്മളെ ഫാം ഹൗസിൽ 2 പോണ്ടുണ്ട്. ഒന്നിൽ കോഴിക്കാർപ്പാണുള്ളത്, ഒന്നിൽ ഗപ്പിയാണുള്ളത്. രണ്ടിനെയും നമ്മൾ ഷീറ്റിട്ട് ഉണ്ടാക്കിയതാണ് ഈ പോണ്ട്. മീനുകളൊക്കെ അതിലാണുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഈ പോണ്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ വിശദീകരിക്കണ ഒരു വീഡിയോ ആണിത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. വലിയ കുഴികൾ കുഴിച്ച് കുഴിയുടെ അരുകുകളും താഴെയും എല്ലാം വൃത്തിയാക്കി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കീറില്ലെന്ന് ഉറപ്പുവരുത്തി അതിലേക്ക് വെള്ളമൊഴിച്ച് മുകളിൽ നെറ്റിട്ട് കൊക്ക്, മീൻകൊത്തിപ്പന്മ, നീർക്കോലി, മറ്റ് ജീവികൾ എന്നിവ മീനിനെ പിടിക്കുകയോ ഷീറ്റ് കീറുകയോ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തി അതിലേക്ക് മീനുകളിട്ട് അടിപൊളി പോണ്ട് ഉണ്ടാക്കുന്ന റിയൽ വീഡിയോ ആണിത്. I am Lijeesh Pattayil. Today we are going to make a beautiful pond for fishes. നമ്മളെ കുളം ഉണ്ടാക്കാനുള്ള ഷീറ്റാട്ടോ ഇവിടെ ഉള്ളത്. അതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണേ. ഈ ബാംഗ്ലൂരിൽ അതേപോലെ കർണാടകയിലൊക്കെ ഒരുപാട് വലിയ കുളങ്ങൾ ഉണ്ടാക്കും. ഇവർ കൃഷിസ്ഥലത്തൊക്കെ വലിയ ഈ ഷീറ്റ് കൊണ്ടാണ് കുളം ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുക. വലിയ എന്താ പറയുക, ബോർവെല്ലിൽ നിന്ന് വെള്ളം ഇതിലേക്ക് അടിക്കും, ഇതിന്ന് കൃഷിസ്ഥലത്തേക്ക് നനയ്ക്കും. പിന്നെ മഴ നനഞ്ഞാലും മഴ പെയ്താലും ഇതിൽ വെള്ളം നിറയും. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് കോയമ്പത്തൂർ മെയ്ഡാണ്. നമ്മൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാലും നമുക്കിത് വാങ്ങാൻ വേണ്ടി പറ്റും. 2 ചെറിയ കുളങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിലുപയോഗിക്കുന്ന താർപ്പായാണിത്. ജംബോ പ്ലാസ്റ്റിന്റെ ISI മാർക്കുള്ള 400 GSM ഉള്ള ഷീറ്റാണിത്. 36 × 30 ഫീറ്റ് ആണ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഉണ്ടാക്കാൻ പോകുന്നത് 25 × 10, 10 × 50 ഫീറ്റ് കുളങ്ങളായതിനാൽ തന്നെ ഈ ഷീറ്റ് കട്ട് ചെയ്ത് വേണം നമ്മൾ ഈ കുഴിയിലേക്ക് ഇറക്കി കുളങ്ങൾ ഉണ്ടാക്കാൻ. ഷീറ്റൊക്കെ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമ്മൾ അതിനുള്ള ഒരു കുഴി കുഴിക്കണം. നമ്മൾ മീനിനെ വളർത്താനുള്ള കുഴിയാണ് കുഴിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കുഴിക്കുന്നത് നോക്കട്ടോ. നമ്മളെ ചെറിയ പൊക്കിളി വന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് കുഴി കുഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കുഴി ഇതാ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കുഴി അപ്പുറത്തുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ മീനിനെ വളർത്തുക. ഇപ്പം നമ്മൾ ഷീറ്റ് ഏകദേശം മുറിച്ച് ക്ലിയറാക്കി വണ്ടി ഇതിനുള്ള കുഴി കുഴിച്ചു. ഇനി നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് വെള്ളം നിറയ്ക്കണം. നമ്മളെ കുഴി കുഴിച്ചു. ശരിക്കും ആ കുഴി മതി നമുക്ക്. അതിൽ കുഴിയിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മീനിന് അതിൽ വളരും. പക്ഷേ നമ്മളിവിടെ കുറച്ച് ആൾക്കാരുണ്ട് കണ്ടോ. ഇവരതിന് നെറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ അതിലിറങ്ങിയിട്ട് തമർത്തിക്കാളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി ഫുള്ള് അതിൻ്റെ ചുറ്റും നെറ്റ് കെട്ടണം. നെറ്റ് കെട്ടി മേലെയും നെറ്റ് കെട്ടണം. കാരണം കൊക്ക്, മീൻകുത്തിപ്പന്മ അങ്ങനെയുള്ള ഇതൊന്നും വന്ന് മീനിനെ കൊണ്ടുപോകാൻ പറ്റരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണി കേട്ടോ നടക്കണേ. നോക്കാൻ കണ്ടത് ഫുള്ള് കവർ ചെയ്തു. ഇത് 2 കുളങ്ങളാണുള്ളത്. ഈ 2 കുളങ്ങളിലാണ് നമ്മളിനി മീനിനെ വളർത്താൻ വേണ്ടി പോണത്. അപ്പോൾ ഫുള്ള് നെറ്റ് കവർ ചെയ്തു. അപ്പോൾ ഇനി ഇതിനുള്ളിലേക്ക് ഇവിടെയുള്ള ഫാം ഹൗസിലുള്ള ജീവികളോ, താറാവോ, കോഴി, താറാവ് വന്ന് തമർത്തികളോ ഇല്ലേ തുറന്നിട്ടാൽ അവർ കയറൂല. അതേപോലെ തന്നെ ഇതിലേക്ക് കൊക്ക് അങ്ങനെയുള്ള മീനിനെ പിടിക്കാനുള്ള ആളുകളോ ഒന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് കിട്ടുക കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടോ. ബേപ്പൂർ പോർട്ടിന് സമീപമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഈ വല. നോർമലായി നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്ന പുതിയ നെറ്റിന് വില കൂടുതലായിരിക്കും, ക്വാളിറ്റി കുറവുമായിരിക്കും. പക്ഷെ ബോട്ടുകളിൽ മീൻ പിടിക്കാൻ ഉപയോഗിച്ച് ഒഴിവാക്കിയ നെറ്റിന് നല്ല ഉറപ്പും ഉണ്ടാവും, വിലയും കുറവായിരിക്കും. ആ നെറ്റ് കൊണ്ട് പോണ്ടിനെ ഫുള്ള് കവർ ചെയ്തു. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിതിൽ ഷീറ്റിട്ട് ഇതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അടിപൊളി കുളമായിട്ടോ. മീനുകൾക്കുള്ള നല്ല സൂപ്പർ കുളമായി മാറും. ഫസ്റ്റത്തെ കുളത്തിൻ്റെ ആ ഒരു അടി ഫുള്ള് ഫില്ല് ചെയ്ത് ഇനി ഇതിലാണ് നമ്മൾ ഷീറ്റ് ഇടാം. കണ്ടോ, കണ്ടില്ലേ?
ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കി ഞാൻ അതിലേക്ക് ഷീറ്റ് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാം. ഇവിടെ കാണാം നെറ്റ് അടിപൊളിയല്ലേ. നമ്മൾ ഇതിൻ്റെ അടിയിൽ നല്ല ക്ലിയർ ആക്കി ഇനി അതിൻ്റെ മേലെ കുറച്ച് ചാക്ക് ഇടണം. കാരണം കല്ലൊക്കെ തട്ടിയിട്ട് ഷീറ്റ് ഓട്ടയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മേലെ കണ്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ക്ലിയർ ആക്കണം. കണ്ടോ ഇതാരോന്ന് മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ സൂപ്പർവൈസർ. കണ്ടോ എല്ലാ കാര്യം ഇവിടെ എന്ത് നടന്നാലും വന്ന് നോക്കും. എന്നിട്ട് എല്ലാം നോക്കി ഒന്ന് ഓക്കെ പറഞ്ഞാലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതാണ് എന്താ കുറച്ചാണ്ട് വെച്ചാൽ കുറച്ചാണ്ട് വെച്ചേ നല്ല ശ്രദ്ധയോടെ വേണം ഷീറ്റ് വിരിക്കുന്ന ജോലി ചെയ്യാൻ. അവിടെയും ഇവിടെയും തട്ടി ഷീറ്റ് കീറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചുളിവുകളൊന്നും ഇല്ലാതെ വൃത്തിയാക്കി വിരിക്കാനും പറ്റണം. ആദ്യം നമ്മൾ കുഴി കുഴിച്ചു. ഷീറ്റ് കുഴിയുടെ ഡയമെൻഷൻ അനുസരിച്ച് കട്ട് ചെയ്തു. കുഴിയിലെ കല്ലുകളും മറ്റും നീക്കി വൃത്തിയാക്കി. ഷീറ്റ് വെള്ളം നിറയുമ്പോൾ കല്ലിൽ തട്ടി കീറിപ്പോവാതിരിക്കാൻ വേണ്ടി അടിയിൽ ചാക്ക് വിരിച്ചു. അതിനുശേഷം ശ്രദ്ധയോടെ 400 GSM താർപ്പായ വിരിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. ഇങ്ങനെ മെല്ലെ മെല്ലെ എല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് വളരെ സ്ലോയിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിച്ചു പിടിക്കേണ്ടി വരും. നമ്മളെ ഇത് വെള്ളം നിറയ്ക്കാൻ പോവാണ്. നമ്മൾ ആദ്യം കുഴി ഒഴിച്ചു, പിന്നെ കുഴി ക്ലിയർ ആക്കി അതിൻ്റെ മേലെ നെറ്റിട്ടു. നെറ്റിട്ടതിന് ശേഷം നമ്മളതിൽ ഷീറ്റ് വിരിച്ചതിന് ഷീറ്റിലേക്ക് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഷീറ്റിന് മെല്ലെ മെല്ലെ തിക്കി കൊടുക്കണം. എന്നാലേ അത് വെള്ളം ക്ലിയർ ആയിട്ട് നിൽക്കുള്ളൂ. കണ്ടോ വെള്ളം വന്നപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതെക്കാനാണ് നമ്മൾ നെറ്റൊക്കെ ഇട്ടത്. ഇല്ലെങ്കിൽ ഇവർ വന്ന് ഇവിടെ തമർത്തിക്കാളും. വരെ കണ്ടോ ഈ വെള്ളത്തിൻ്റെ ഇത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ഫാം ഹൗസിലെ നമ്മളെ ടാങ്കിലേക്കുള്ള മീനായിട്ട് അരുണ് വന്നാണ്. ഈ വലിപ്പം വയ്ക്കൂല്ലേ? ഇതിനൊരു വലിപ്പം വയ്ക്കും. അത് നമ്മൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും. ഇത് മുട്ടെടുക്കും. മുട്ടയിടാനായതാണ്. ബ്രീഡ് ആക്കുന്നത് കുറച്ച് പണിയാണ്. ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. പുറത്തുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. ടാങ്കിലിട്ട് കഴിഞ്ഞാൽ വലിയ ടാങ്കിലിട്ടാൽ ഇപ്പൊ നമ്മളെ വലിയ ടാങ്കിലേക്ക് നമ്മൾ ഇടാൻ പോണത് ഗോൾഡ് ഒരു 50 ഗോൾഡിനെയും ഒരു 100 കോഴിക്കാർപ്പിനെയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ വലിയ ഒരു 4 ഗോൾഡും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് കണ്ടില്ല, ഇത് നേരത്തെ അരുണിൻ്റെ ബൈക്കിലുണ്ടിരുന്നത്. ഇത് ചെന്നൈയിൽ നമ്മൾ നേരിട്ട് ഇറക്കിയതാണ്. കോഴിക്കാർപ്പാണ്. ഇതൊരു നല്ല ഒറിജിനൽ ഹൈ ക്വാളിറ്റി കോഴിക്കാർപ്പിനെ നമ്മൾ ചെന്നൈയിൽ നോക്കി ഇറക്കിയതാണ്. റെഡ് പിഗിയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇവിടെ ഉണ്ടായതാണ്. അതിനെയാണ് നമ്മൾ ചെറിയ ടാങ്കിലിടുന്നത്. ഇവരെല്ലാം നമ്മൾ വലിയ ടാങ്കിലിടും. ഗോൾഡാണ്, വലിയ ഗോൾഡ് 4 എണ്ണമാണ്. അതിനെ നമ്മൾ ടാങ്കിലേക്ക് വിടുകയാണേ. ചെന്നൈയിൽ നിന്ന് വന്ന കോഴിക്കാർപ്പാണ്. കോഴിക്കാർപ്പിനെ നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇന്ന് വന്നാണ് ചെന്നൈയിൽ നിന്ന്. ഹൈ ക്വാളിറ്റി കാർപ്പ് കേട്ടോ. നമ്മൾ ടാങ്കിലേക്ക് ഇടാനുള്ള കോഴിക്കാർപ്പ് ഇത് അവിടെ റെഡിയാണ്. ഇനി നമ്മൾ അതിനെയും കൂടെ ടാങ്കിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ വലിയ ടാങ്കിലാണ് കോഴിക്കാർപ്പിനും ഗോൾഡിനും ഇടണം കേട്ടോ. ഇത്രയും നേരെ നമ്മളെ ചെറിയ കവറിൽ നിന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകളെ
വലിയ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഒരിക്കലും നല്ല ഹാപ്പിയായിട്ട് നടക്കുമ്പോൾ ഇത്രയും നേരം വളരെ വീർപ്പുണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകൾ നല്ല ഹാപ്പിയായിട്ട് ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കണ്ടോ, നമ്മളെ ഈ ഒരു ഗപ്പീനെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇടാൻ പോണത്. നമ്മളിതിനെ മെല്ലെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണേ. ഇത് ഭയങ്കര തണുപ്പാട്ടോ വെള്ളം. അപ്പോൾ നമ്മൾ 2 ടാങ്കിലും നമ്മളിപ്പോൾ മീനിനെ കംപ്ലീറ്റ് ഇട്ടിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഷീറ്റിൽ നമ്മൾ ഇവിടെ കുഴി ഒഴിച്ച് അതിൻ്റെ അടിയൊക്കെ പാകി നല്ല ക്ലിയർ ആക്കിയിട്ട് വളർത്താൻ വേണ്ടിയുള്ള നമ്മളെ ഫാമിലേക്കുള്ള ഗപ്പിനും അപ്പുറത്ത് കോഴിക്കാർപ്പും ഗോൾഡ് ഫിഷും ആണുള്ളത്. നമ്മളെ കുളമൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ കുളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളുണ്ട്. നമ്മൾ നെറ്റൊക്കെ ഇട്ട് എന്തിനാ വെച്ചാൽ കൊക്കുകളും മീൻകൊത്തിപ്പന്മ അങ്ങനെയുള്ളത് ഒന്നും വരാതെക്കാനാണ്. പക്ഷെ ഒരു കയറും. ഇതൊന്നിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ടുണ്ട്. ആളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അവിടെ ഒരാളുണ്ട്. കണ്ടോ, അവിടെ കുടുങ്ങിയുണ്ട്. ഇത്ര പിടിച്ച് ഒഴിവാക്കിയില്ലേ. അവിടെ നിന്നാൽ കണ്ടോ, നമ്മളാളെ കണ്ടില്ലേ. കനൊന്നുമില്ല, വെയിറ്റ് ഒന്നുമില്ല, പാവാണ്. ആ, വളരെ കഷ്ടപ്പെട്ട് കുറച്ച് മീനുകളൊക്കെ കഴിക്കാൻ. എന്താ ഇവിടെയുള്ള ഈ മീനുകളൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. നമ്മൾ ഒരു സംരംഭം നടത്തുമ്പോൾ ഇതുപോലെയുള്ള പല തടസ്സങ്ങളും പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇവരൊക്കെ വരുന്നത് ഒരു രസമാട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവരെങ്ങനെ പിടിക്കാൻ പറ്റും? ഒരു കൊക്കിനെയൊക്കെ പിടിച്ച് നമ്മളെ കയ്യിൽ വയ്ക്കാൻ പറ്റുമോ? ഇനിയും വരും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരും. ഇവരെങ്ങനെ എത്ര നെറ്റ് കെട്ടിയിട്ട് ഇതാക്കിയാലും ഏതെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അതിൽ കൂടെ ഇവർ വരും. കാരണം ഇവർക്ക് ഭക്ഷണം ഇവരൊരു മെയിൻ ആണല്ലോ. നമ്മൾ വിടണേ, വിടട്ടെ. നോക്കിയാ നമ്മളെ ടോമേ മീനിന് ഫുഡ് കൊടുക്കണതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും വൈകുന്നേരം ആയാലും രാവിലെ ആയാലും നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ ടോമും വരും. ടോമും കുറച്ച് ഫുഡ് കൊടുത്താലേ ടോമല്ല നമ്മളെ തൊമ്മിന്ന് പറയും. തൊമ്മിക്ക് ഒരു ഹാപ്പി ആവുള്ളൂ. നമ്മളെ മടിയിലൊക്കെ വന്നിരുന്ന് മൂപ്പര് ഇങ്ങനെ ഫുഡ് കൊടുക്കും. ഒക്കെ ഉണ്ടായി. അപ്പോൾ ഒരു വൈകുന്നേരം നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇരുന്ന് ഇവറ്റേക്ക് ഫുഡൊക്കെ കൊടുത്ത് വെള്ളത്തിലേക്ക് കാലൊക്കെ വെച്ച് അപ്പോൾ വരുമ്പോൾ കാലുമിലൊക്കെ കൊത്തി ഇതാക്കി നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റുകളൊക്കെ ആഡ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ.